Sarin committee has asked for an investment of rupees 3,000 crores over 10 years for wiping out the backlog in maintenance work and for replacing assets such as track, rolling stock and bridges. For the next 2 years of the current plan, the committee computes the outlay of track renewal at between twice and thrice the amount set apart for the current year. നീ ഇതിലെ സ്പെല്ലിംഗ് ഒന്ന് വായിച്ചേ. CORRENT. എന്നാലേ അത് തന്നെയാണ് ഈ പത്രക്കാരും അടിച്ചു വിട്ടിരിക്കുന്നത്. ഓ പിന്നല്ലേ, നോക്കട്ടെ. അപ്പൊ നിങ്ങൾ പഠിച്ചു പോയല്ലോ. നോക്കൂ, ഇനി അധികം വൈകണ്ട. നാളെ തന്നെ ജോണിക്കൊരു കത്തെഴുതിക്കോളൂ. കുറച്ചുകൂടി സ്പീഡ് ആവട്ടെ. ഇപ്പൊ എഴുതിയ വിസ കിട്ടുമ്പോഴേക്കും തനിയെ സ്പീഡ് ആയിക്കോളും. എന്താ വില? 20 രൂപയുള്ളോ? അതോ നാളേക്ക് എങ്ങനെ? 4 രൂപ സാറേ. ഇതൊരു 1/2 കിലോ എടുക്ക്. ഇസ്മായിൽ, ഞാൻ വീട് വരെ പോയിരുന്നു. അപ്പോഴേ ഇങ്ങോട്ട് വന്നു പറഞ്ഞു. എന്താ കാര്യം? സിമെന്റിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് വീട്ടിലേക്ക് പോവാം. സാറേ മീൻ വേണ്ടേ? നല്ല ഒന്നാം തരം സാധനം. എന്താ നിങ്ങൾ ഈ ചോദിക്കും? നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ കൂടുതൽ മേടിക്കും. 25 രൂപയുള്ളൂ. എന്തെങ്കിലും പോണു മുന്തിയ സാധനം ഒരു 2 കിലോ. ഞാൻ തിരിച്ചു ശരിയാക്കി. ഇസ്മായിൽ എന്ന് വന്നു? 2 ആഴ്ചയായി. ഇപ്പൊ എവിടെ? ഷാർജയില. എത്ര ദിവസം ലീവ് ഉണ്ട്? ഇനി 20 ദിവസമേ ഉള്ളൂ. ഇസ്മായിൽ അവിടെ എന്തിലാ? ചെറിയ ബിസിനസ്സാ. എന്ത് ബിസിനസ്? ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇങ്ങനെ വെച്ചതാണോ? അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോണു സാർ. പിന്നെ വാങ്ങാൻ വരുന്നവർ അറബികളായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പറയുന്ന വില കൊടുത്ത് അവർ സാധനം വാങ്ങിക്കോളും. വില വേകുന്ന പരിപാടിയൊന്നും ഓർക്കില്ല. ഇസ്മായിൽ പോയിട്ട് ഇപ്പൊ എത്ര കാലമായി? 9 കൊല്ലം. അപ്പോ നല്ലൊരു സേവിങ്സ് ഉണ്ടാവണമല്ലോ. എന്ത് പറയാനാ സാർ, 3 പെങ്ങന്മാരെ കെട്ടിച്ചയച്ചില്ലേ? അതിന് തന്നെ വലിയൊരു സംഖ്യയായി. പേർഷ്യക്കാരുടെ പെങ്ങന്മാർക്ക് വില കൂടുതലല്ലേ സാറേ? നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കിയില്ലേ? ഷോർണി കൃഷ്ണേട്ടന്റെ 4 ഏക്കർ തെങ്ങുംപറമ്പ് വാങ്ങിയിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ചെയ്യണം. എന്താ സാർ, 2 പൈസ കയ്യിൽ വരുമ്പോഴേക്കും ഉണ്ടാവും എന്തെങ്കിലും ഒരു ഇടാകുടം. വേണ്ടപ്പെട്ടവർ എന്തെങ്കിലും ആവശ്യപ്പെട്ട എങ്ങനെയാ കൊടുക്കാണ്ടിരിക്കുക? ബന്ധക്കാരും ശേഷക്കാരുമായി തോറ്റു. അവരെയൊക്കെ നമുക്കെങ്ങനെ മറക്കാൻ പറ്റുമോ? പാപ്പയ്ക്ക് വയ്യാണ്ടായി ഞങ്ങൾ പത്നിയായപ്പോ ഇവരൊന്നും ഉണ്ടായിരുന്നില്ല സാർ അന്ന്. നിനക്ക് മനസ്സിലായില്ലേ? ഇസ്മായില് നമ്മുടെ തുന്നക്കാരൻ മുഹമ്മദ് മാപ്പിളയുടെ മോനെ. പിന്നെന്താ, അറിയില്ലേ? കുടിക്കാണെങ്കിലും ഇസ്മായിൽ എന്തിനാ സിമന്റ്? ഒരു തൊഴുത്തുണ്ടാക്കണം എന്ന് പറഞ്ഞ് ബാപ്പ തിരക്കൂട്ടാന്ന് പറഞ്ഞിട്ട് കുറെ കാലായി. പോകുന്നതിന് മുമ്പ് അതൊന്ന് കെട്ടിക്കൊടുക്കാന്ന് വെച്ചാ. കോയമ്പത്തൂർന്ന് മൂപ്പർ 2 ജേഴ്സി പശുക്കളെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ആശാരപ്പണിയൊക്കെ കഴിഞ്ഞിരിക്കുക. സിമന്റ് കിട്ടാത്തോണ്ടാ. ഇസ്മായിൽ ഒരു കാര്യം ചെയ്യും. എത്ര ചാക്ക് വേണ്ടി വരും? ഒരു 20 ചാക്ക് കിട്ടിയാൽ തൽക്കാലം ഒപ്പിക്കാമായിരുന്നു. ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി ഓഫീസിൽ കൊണ്ടുവരും.
10 ചാക്ക് ഉടനെ ശരിപ്പെടുത്താം. ഒരാഴ്ച കഴിഞ്ഞ് ഒരു യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ ബാക്കിയുള്ളത് ശരിപ്പെടുത്താം. 1 ചാക്ക് സിമന്റ് കൊടുക്കാൻ പാടില്ലെന്ന. ഓഹോ, നിങ്ങൾക്ക് ചായ വേണോ? വേണ്ട. മോർണിംഗ് വന്നേ. മോനെ എത്രയില പഠിക്കണേ? 2-ല്. അമ്മ അയാൾ എന്തൊരു മണം. നമ്മുടെ ഉപ്പയുടെ മണത്തിന് ഏറെ ഉണ്ട്. പോടെ പോ. മോളെത്രയില പഠിക്കണേ? 5-ല്. പാപ്പാക്ക് എങ്ങനെ? അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. പുറത്തേക്കൊക്കെ ഇറങ്ങാറുണ്ടോ? അസലായി. മൂപ്പറിലെ എന്നാൾ കോയമ്പത്തൂര് പശുക്കളെ വാങ്ങിക്കൊണ്ടുവന്നത്. ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യം. ഞങ്ങളുടെ ജാക്കറ്റൊക്കെ തയ്ക്കാൻ അമ്മ മൂപ്പരുടെ കയ്യിലേ കൊടുക്കൂ. സൈനന്റെ സുഹറയൊക്കെ ഇവിടെ ഉണ്ടോ? സൈനബ കുവൈറ്റില്ല. സോറം ഞാൻ വന്ന് പോയതേ ഉള്ളൂ. അവളെ തൃത്താലയ്ക്കല്ലേ കെട്ടിച്ചിട്ടുള്ളത്? ഞങ്ങൾ ഒന്നിച്ചാ കൃഷ്ണമാഷ്ട സ്കൂളിൽ 7ാം ക്ലാസ് വരെ പഠിച്ചത്. താത്ത പറയാറുണ്ട്. പുതിയ വീട് പണിച്ചിട്ടിപ്പോ ഒരു 3 കൊല്ലമായിട്ടുണ്ടാവില്ലേ? ആ, എന്തായി അതിന്? ഒരുപാട് കാശായി. ഒരു 3.5-4 ഉറുപ്പിയോളായി. ഇപ്പോഴാണെങ്കിൽ അതിന്റെ ഇരട്ടിയോളമെങ്കിലും ആവും. എന്താ സംശയം? അന്ന് കഴിഞ്ഞത് ഭാഗ്യായി. ഇസ്മായിൽ മനക്കിലെ പറമ്പ് ചോദിച്ചെന്ന് കേട്ടുല്ലോ. ചോദിച്ചു, പക്ഷെ അവര് വലിയ വിലയാ പറയണേ. വീട്ടിലേക്കൊരു റോഡ് ആവശ്യമുള്ളത് കൊണ്ട് എന്ത് വില പറഞ്ഞാലും ഞങ്ങൾ എടുക്കുന്ന അവർ കരുതിയിട്ടുള്ളത്. അവരെത്രയാ പറയണേ? സെന്റിന് 10,000 വെച്ച്. ഇതെന്താ വല്ല ന്യൂയോർക്ക് പറ്റുവാണ്? അതിത്തിരി കടന്നു കൈയായി പോയി. നിങ്ങളല്ലാതെ അതിപ്പം വേറെ ആരും വന്ന് വാങ്ങാൻ പോണില്ല. ഞാനൊരല്പം പിന്നോട്ട് നിൽക്കാം ഇപ്പോ. ഞാൻ തിരുമേനി വന്നിരുന്നു. നാരായണ നമ്പൂതിരിക്ക് ഒരു വിസ വേണമെന്നും പറഞ്ഞു. അപ്പൊ ഞാനും ഒരു വില പറഞ്ഞു. മകൻ നക്സലായിട്ട് 4 ചുറ്റാത്രേ. എങ്ങനെയെങ്കിലും അവനെ കൊണ്ടുപോകണമെന്നാ മൂപ്പര് പറയണേ. 25,000 പറഞ്ഞപ്പോ മൂപ്പര് വഴിക്ക് വന്നു. ഇപ്പൊ സ്ഥലം വേണമെങ്കിൽ ഒരു 7,000-ന് തരാന്നായിട്ടുണ്ട്. ഒരു വിസ എടുത്തു കൊടുക്കണമെന്ന് മാത്രം. ഒരു വിസയ്ക്ക് ശരിക്കും എന്ത് വരും? പല മാതിരിയാണെന്നേ. 10ഉം 15ഉം കൊടുക്കേണ്ടി വരും ചിലപ്പോ. ഈ സ്പോൺസറുടെ പ്രോബ്ലം ഇപ്പോഴും ഉണ്ടോ അവിടെ? അതൊന്നും വലിയ പ്രശ്നമല്ല. ജോലിക്കൊക്കെ ഇപ്പോഴും സ്കോപ്പ് ഉണ്ടല്ലേ? അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യ. ചിലപ്പോ നല്ല ജോലി കിട്ടും, നല്ല ശമ്പളവും. പിന്നെ എന്തെങ്കിലും കൈത്തൊഴിൽ അറിഞ്ഞിരുന്നാൽ നല്ലതാ. എങ്ങനെ ഈ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചവർക്കൊക്കെ വല്ല മെച്ചമുണ്ടോ അവിടെ? ഒരു കാര്യവുമില്ലെന്നേ. ഒരു ടൈപ്പിസ്റ്റിന് ഏറ്റവും കൂടിയാൽ 1,500 ദിർഹം കിട്ടും. അതുകൊണ്ട് എന്താവാനാ? ഭക്ഷണവും താമസവും കഴിഞ്ഞാ പിന്നെ ബാക്കി ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ പോരാത്തതിന് ഓഫീസുകളിലൊക്കെ ടൈപ്പിസ്റ്റുകളായി ലെബനാനികളെ മിസ്റ്റുകളെയാണ് വെക്കുന്നത്. എല്ലാ ജോലികളിലും അറബികളെ നിയമിക്കാനല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്, പ്രത്യേകിച്ച് ഓഫീസുകളിൽ. അതുകൊണ്ട് ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞതൊന്നും ഒരു കാര്യമില്ല. പിന്നെ വേറെന്ത് പഠിച്ചാലാണ് അവിടെ രക്ഷ? തുന്നക്കാർക്ക് നല്ല ചാൻസാ, ജോലിയും കിട്ടും. ഇനിയിപ്പോ ജോലി കിട്ടിയില്ലെങ്കിൽ തന്നെ ഒരു മെഷീൻ എടുത്ത് വെച്ച് കോൺട്രാക്റ്റിൽ തുന്നിക്കൊടുത്താൽ അവന് കഴിയാനായി. ഒരു പാന്റ് തുന്നിക്കൊടുത്താൽ 40-60 ദിർഹം കിട്ടും. ഒന്നും അറിയണ്ട. ഈ 60 ദ്രഹം എന്ന് വെച്ചാൽ എത്ര രൂപ ഉണ്ടാവും? ഒരു 150 രൂപയോളം വരുമല്ലേ? ആ, ഏതാണ്ട്. ഞാനെന്ന് അങ്ങോട്ട് വന്നാലോ ഇസ്മായിലേ? സാർ ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ടോ? ആ, ലീവ് എടുക്കാലോ. ഹേയ്, സാറിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇസ്മായിൽ അങ്ങനെയൊക്കെ പറയാം. ഇവിടെ ജീവിച്ചു പോണ്ടേ? എന്താ ഇപ്പൊ സാധനങ്ങളുടെ വില? നിങ്ങളുടെ ശമ്പളം കൊണ്ട് 10 ദിവസം കഴിയാൻ ഒക്കില്ല. പറ്റുമെങ്കിൽ ഒരു വിസ ശരിയാക്കി കൊടുക്കുന്നേ. നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് സാധിക്കില്ലേ? കാര്യമായിട്ടാണോ? ആ, കാര്യമായിട്ട് തന്നെ. എന്നാലൊരു പാസ്പോർട്ട് എടുക്കാൻ നോക്കായിരുന്നില്ലേ? അതൊക്കെ എന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാ ഞാൻ പോകുമ്പോ ആ പാസ്പോർട്ട് ഡീറ്റെയിൽസും തന്നാ മതി. വിസയുടെ കാര്യം ഞാൻ എഴുതാം. പിന്നെ തുന്നലൊന്ന് പഠിച്ചിരിക്കുന്നതല്ല. സാറിന് വേറെ എന്തെങ്കിലും ജോലി കിട്ടിയെന്ന് വരും. ഒന്നും ശരിയായില്ലെങ്കിൽ അപ്പൊ ഞാൻ പറ്റേ ഊണ് കഴിച്ചിട്ട് പോവാം. വീട്ടില് ബാപ്പ കാത്തിരിക്കണ്ടാവും. വരട്ടെ.